അല്ല ഫൽഗു, നീ സേലത്തേക്ക് മടങ്ങി പോയില്ലേ? ഉടനെ പോവും. ഗോവിന്ദൻകുട്ടി, നീ എന്നെ രക്ഷിച്ചതാ. അതിന് നന്ദി പറയാൻ ഞാൻ പോന്നത്. ഗായത്രി ചില്ലറക്കാരിയല്ല. നീ പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് ഭയങ്കരിയാണ് അവൾ. ബോധ്യായല്ലോ? ആ, നീ പറഞ്ഞില്ലേ അവൾക്കൊരു കാമനാണെന്ന്? അല്ലടാ, അവൾക്ക് പല കാമുകന്മാരാ. പറവൂര്, ആലുവ, മട്ടന്നൂര്, ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി തുടങ്ങിയ കേരളത്തിലെ പ്രശസ്തമായ എല്ലാ സ്ഥലങ്ങളിലും അവൾക്ക് ഓരോ കാമുകന്മാർ വെച്ചുണ്ട്. അത്രയൊക്കെ ഉണ്ടോ? ഉണ്ടടാ. നിനക്ക് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കേൾക്കണം. അവൾ 4 പ്രസവിച്ചതാണ്. അവളുടെ 4 കുട്ടികളും 5 അനാഥാലയങ്ങളായി വളരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. നീ ഒരു പാവത്താൻ, ഞാനെല്ലാം അറിഞ്ഞു. പക്ഷെ ഇതറിഞ്ഞത് മുതൽ എന്റെ മനസ്സിലെ മറ്റൊരു ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പെണ്ണായി പോയി. പുറത്തുള്ള ആരും അവൾ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. നമ്മൾ വേണ്ട ത്യാഗം ചെയ്യാൻ. അതുകൊണ്ട് ഗായത്രിയെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. എന്താ നിന്റെ മുഖം വല്ലാതായത്? ഒന്നുമില്ല. അത് വേണോ ഫൽഗു? എന്താ? അല്ല, നീ സേലത്ത് വലിയ പൊസിഷനിൽ കഴിയല്ലേ, അതുകൊണ്ട് കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി ഞാൻ അവളങ്ങ് കെട്ടിക്കോളാം. എനിക്കിവിടെ വലിയ നല്ല പേരൊന്നും ഇല്ലല്ലോ. അപ്പൊ നീ കെട്ടിക്കോളല്ലേ? അല്ല, അങ്ങനെ പോയല്ല. ഗോവിന്ദൻകുട്ടി, 18 അടവും പയറ്റിട്ടാ സേലത്ത് നിങ്ങൾ വന്നത്. ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല. നിന്റെ ട്രാവൽ ഏജൻസിന്റെ അടുത്ത് ഞാനൊരു ട്രാവൽ ഏജൻസി തുടങ്ങും. വഞ്ചക, നിന്നെ കൊണ്ട് കുത്തുവാളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സേലം ഫൽഗു നല്ലടാ. എന്നാ നിന്റെ പേര് മാറ്റാൻ തയ്യാറായിക്കോ. നമുക്ക് കാണാം. 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 തീർന്നില്ലേ ഇതുവരെ? നീ ഉറങ്ങിക്കോ, ഇത് ചിലപ്പോ നേരം വെളുക്കും. എന്നിട്ട് ഓഫീസിൽ ചെന്നിരുന്ന് ഉറങ്ങുവോ? ഇനി എനിക്ക് ഉറക്കമുണ്ടാവും തോന്നില്ല. വല്ലാത്തൊരു കെണിയിലല്ലേ ചെന്ന് ചാടിക്കൊടുത്തത്. 4 മാർക്കറ്റിംഗ് മാനേജേഴ്സ്. പന്തയത്തിൽ ജയിക്കുന്നവൻ മാത്രം രക്ഷപ്പെടും. MD യുടെ മോളാണെങ്കിൽ അമേരിക്കയിൽ MBA പഠിച്ചവൾ. നല്ല ഐഡിയ ഉള്ള പെണ്ണായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്റെ പ്രോജക്ട് റിപ്പോർട്ട് അവൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഭഗവാനെ എല്ലാം തീർന്നു. അമേരിക്ക പഠിച്ചെങ്കിലും മുകുന്നേട്ടന്റെ അത്രയും വർക്ക് എക്സ്പീരിയൻസ് ഒന്നും അവൾക്കില്ലല്ലോ. എന്ന് പറയാനൊക്കില്ല. ഒരു കാര്യത്തിലേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. എവിടെ പഠിച്ചാലും പെണ്ണല്ലേ, അടിസ്ഥാനപരമായി കുറച്ച് മണ്ടത്തരം കാണാതിരിക്കില്ല. എന്നുവെച്ചാ? അയ്യോ, നിന്നെ പറ്റിയല്ല. എന്റെ ചക്കരക്കുട്ടി ഉറങ്ങിക്കോ, ഞാനിതൊന്ന് തീർക്കട്ടെ. എന്റെ ഉറക്കം പോയി. ഞാനിവിടെ ഇരുന്നോളാം. ചെയ്തോളൂ. മിസ്റ്റർ മുകുന്ദൻ, എടുത്താ പൊങ്ങാത്ത ഒരു പ്രോജക്ട് റിപ്പോർട്ടാണ് തന്റേത്. പുതിയ ഓഫീസ് കെട്ടിടം ഉണ്ടാക്കുക, ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി പരസ്യ പടങ്ങൾ എടുക്കുക, ഫാക്ടറി മൊത്തത്തിലൊന്ന് പരിഷ്കരിക്കുക. സാർ, ഇക്കാലത്ത് പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ് ആണ് ഏറ്റവും പ്രധാനം. ലാഞ്ചിങ്ങോ പിന്നെ എനിവേ അകലേക്ക് മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുക. Really, Mr. Mukundan, I didn't expect this much from you. Thank you, madam. A wonderful study of Indian market, but I don't know how much we can make it practical. We will make it. Really? Definitely we will. ഗോവിന്ദൻകുട്ടി, ഈ ട്രാവൽസിന്റെ ഭാവിയിലേക്കുള്ള ചൂണ്ടുവലയാ. പേര് കണ്ടില്ലേ? ഗായത്രി ട്രാവൽസ്. എന്നാലേ ഈ ട്രാവൽസ് എന്റെയും ഗായത്രിയുടെയും പേരില്ല. അതെങ്ങനെ? ബോർഡ് വായിച്ചോക്ക്. ഗാഗോ, ഗായത്രി ഗോവിന്ദൻകുട്ടി. നമുക്ക് ഈ പേര് മാറ്റിട്ട് ഗാഫാന്നാക്കാം. ഗായത്രി തന്നെ ഞാൻ പെയിന്റർ വെച്ച് മാറ്റിയേക്കാം. എടാ, ഞാൻ പേര് മാറ്റാൻ പോവാ. ഗാഫ, ഗായത്രി ഫൽഗുണൻ. ഗാഫല്ല, ഫൂഫ, ഫുൾ ഫൽഗുണൻ. അമ്മാവൻ, മാമാ, വാ മാമാ. ഗായത്രി മാമാ. അമ്മായി വാ, വാ അമ്മായി. നിന്റെ ഓഫീസ് സെറ്റപ്പ് എല്ലാം ഗംഭീരമായി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മാമാ, ഈ ഗോവിന്ദൻകുട്ടി ട്രാവൽസ് ഉണ്ടല്ല, ആകെക്കൂടി എന്റെ ഈ റൂമിന്റെ അത്രേ വരത്തുള്ളൂ. എന്നിട്ടാണ് അവന്റെ ഒരു ഗമ. ദൈവമേ, ആദ്യത്തെ ഫോണാണ്. ഗായത്രിയുടെ കൈ കൊണ്ട് എടുത്തു തന്നാൽ. നിന്റെ ഓരോ വട്ടേ. എടുത്തു കൊടുക്ക് പോളെ, എടുത്തു കൊടുക്ക്. ഹലോ, ഗായത്രി ട്രാവൽസ്, പ്രൊപ്പറേറ്റർ ഫൽഗു സ്പീക്കിംഗ്. ഞാൻ മെഡിമിക്സിന്റെ MD ശങ്കര വാര്യരാണ് സംസാരിക്കുന്നത്. സിംഗപ്പൂരിലേക്ക് ഒരു 25 ടിക്കറ്റ് ഓക്കെ ആക്കി തരാൻ പറ്റുമോ? അതിനെന്താ സാർ,
ഇന്ന് ഈ സിറ്റിയിലെ നമ്പർ 1 ട്രാവൽ ഏജൻസി ഞങ്ങളുടേതാണ്. സാറ് പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് കാശ് റെഡിയാക്കി വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചോളാം. സാധാരണ ഞങ്ങള് ഗാഗോ ട്രാവൽസ് വഴിയാണ് ബുക്കിംഗ് നടത്താറുള്ളത്. അവര് ടിക്കറ്റ് തന്നതിന് ശേഷമേ ഞങ്ങളുടെ അഡ്വാൻസ് വാങ്ങാറുള്ളൂ. പിന്നെ ആ ഗോവിന്ദൻകുട്ടി ആള് ശരിയല്ലാത്തത് കൊണ്ടാണ് അവനുമായിട്ടുള്ള ഇടപാട് കട്ട് ചെയ്തത്. അഡ്വാൻസ് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല സാർ. ഓക്കെ, എന്നാ പാസഞ്ചേഴ്സിന്റെ പേരും ആ വിവരങ്ങളും കുറിച്ചെടുത്തോളൂ. കൈനീട്ടം മോശമില്ല മാമ. സിംഗപ്പൂർക്കുള്ള 25 എയർ ടിക്കറ്റ്. എക്സാക്ട്ലി. എല്ലാമേ എൻ ഗായത്രിயின் அதிர்ஷ்டம் தான். മിസ്റ്റർ ഗുൽഫീൻ. 25 ടിക്കറ്റിനാണ് ഓർഡർ. ഉദ്ഘാടനം മറ്റും കഴിഞ്ഞപ്പോ ബാങ്കിൽ ഒട്ടുമുക്കാൽ പണവും തീർന്നു. നീ വല്ല മാർഗവും കാണണ്ട. ഉണ്ട് സാർ, ബ്ലേഡ് നാണയത്തെടുക്കാം. 10 പണം പലിശയാ. എന്നാലും കുഴപ്പമില്ല. അവനെ തകർക്കാൻ ബ്ലേഡ് അല്ല, കൊടുവാളിന്റെ മുമ്പിൽ പോലും തലവെക്കാൻ ഞാൻ തയ്യാറാണ്. യു ഗോ ടു ദി ബ്ലേഡ് ഡാനി. ഓക്കെ സാർ. മാഡം. Yes. I am Gayatri Travels Proprietor, Salem, Falguttu. We arranged all tickets for all world. By the way, നിങ്ങളുടെ MD മിസ്റ്റർ ശങ്കരവാര്യർ ഒന്ന് കാണണം. നിങ്ങൾ ആരാ? MD മിസ്റ്റർ ശങ്കരവാര്യർ. നിങ്ങൾ ആരാണെന്നാ ചോദിച്ചേ? അത് MDക്ക് അറിയാം. ഗായത്രി ട്രാവൽസിന്റെ ഉദ്ഘാടന ദിവസം തന്നെ 25 സിംഗപ്പൂർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബുക്ക് ചെയ്തു. ഇപ്പോൾ ആ ടിക്കറ്റുമാണ് ഞാൻ വന്നത്. സിംഗപ്പൂരിലേക്ക് 25 ടിക്കറ്റോ? ഇവിടുന്ന് തന്നെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ MD എവിടെ മിസ്റ്റർ? ഇവിടുത്തെ സ്റ്റാഫിന് ടൂർ പോകാനും ടിക്കറ്റ്. മനസ്സിലായോ? ടൂറോ? മിസ്റ്റർ, തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങനെ ആരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. 3,65,000 രൂപ ബ്ലേഡ് പലിശക്ക് വാങ്ങിയെടുത്ത ടിക്കറ്റ് ആയത്. ചക്കിലിരുത്തി വീട് വർത്താനം പറയരുത്. വാ. ഇരിക്കെ. വലിയച്ഛനെ വിളിക്കാം. ഹലോ, ഇത് പ്രേമാണ്. നിങ്ങൾ വലിയച്ഛനെ കൊടുത്തേ. പോന്നോ? ഓ, അത് ശരി. ഓക്കെ. MD വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ വന്നേക്കാം. വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ആവാം. ഹലോ, ഗോവിന്ദൻകുട്ടി ഹിയർ. ആർക്കാ? സീതയുടെ അമ്മയ്ക്കോ? ഏത് ഹോസ്പിറ്റലില്? മുകുന്ദനും സീതയും. ഞാൻ അവരുടെ ഫോൺ നമ്പർ തരാം. ഇല്ലില്ല, അവിടുത്തെ ഫോൺ റിപ്പയറില്ല. ഞാൻ തന്നെ ഇവരും അവരോട് നേരിട്ട് എന്ന് പറഞ്ഞോളാം. സീതേ, ഒരു മിനിറ്റ്. എന്താ? അത് പിന്നെ എന്താ വല്ലാണ്ടിരിക്കുന്നേ? മുകുന്ദൻ എവിടെ? അത് MDയുടെ വീട്ടിൽ പോണോന്ന് പറഞ്ഞിരുന്നു. എന്താ കാര്യം? തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലടാ. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അവനെ വെറുതെ വിടില്ല. മരിക്കേണ്ടെങ്കിൽ നീ എന്റെ കൂടെ വരുന്നതാണ് നല്ലത്. ആരോടോ താൻ? നിന്റെ അച്ഛൻ. വിളിക്കണം പട്ടിയെ. ഗുണ്ടായിസം കാണിക്കാനുള്ള സ്ഥലമല്ലത്. മനസ്സിലാടാ റാസ്കൽ. നിനക്ക് അനങ്ങിപ്പോയത്. എന്റെ പെണ്ണിനെ കെട്ടരുന്ന തെണ്ടിയോട് ഞാൻ പറഞ്ഞതാണ്. എന്താ അവിടെ ഒരു ബഹളം? എന്റെ പെണ്ണിനെയും അവളെ കെട്ടിയവരെ കിട്ടാതെ ഞാൻ പോകില്ലടാ. ഇവൻ ഭയങ്കര കൊലപ്പുള്ളിയാണ് സാർ. എവിടെ പൊക്കിയെടുത്ത് റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോ. പണിക്കരെ,
ഗുളിക കാലത്താ കൊണ്ടുപോയിരിക്കുന്നേ. ഭീഷണി ഇനിയും വരും. അയ്യോ അയ്യോ, നീ ഇവിടെ? എല്ലാം ഞാൻ പറയാം വന്നേ. നിക്ക് ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. ചേച്ചി ഈ നിൽക്കുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയാണല്ലേ? സീതയുടെ അനിയന്റെ അനിയത്തിയുടെയും കാര്യത്തില് നീ എന്താ തീരുമാനിച്ചിരിക്കണേ? അവരെ അമ്മയുടെ അടുത്ത് ആക്കാമെന്ന് തോന്നുന്നു. അവിടെ ആവുമ്പോ സെയിം സ്കൂളിലും കോളേജിലും ഒക്കെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനി എന്നാ ഓഫീസിലേക്ക്? സീതയോട് സംസാരിച്ചിട്ട് വേണം എല്ലാം തീരുമാനിക്കാൻ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എത്രയും പെട്ടെന്ന് അവിടെ എത്തില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. എന്ത്? അതൊക്കെ ഉണ്ട്. ഈ അവസ്ഥയിൽ നിന്നോട് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. മൊത്തത്തിൽ നമുക്ക് ചീത്ത സമയമാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഞാൻ വിളിക്കാം ട്രാവൽസ്.